അസുരഗണത്തിൽ ജനിച്ചവരോട് കളിക്കാൻ നിൽക്കണ്ട. അവർ നിങ്ങളെ കളി പഠിപ്പിക്കും. ആയില്യം, കാർത്തിക, മകം, ചിത്തിര, വിശാഖം, അവിട്ടം, മൂലം, ചതയം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. പിടിവാശി, മേധാവിത്വം, ആർക്കും കീഴ്വഴങ്ങിക്കൊടുക്കാത്ത സ്വഭാവം. ഇവർ ഒട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. എല്ലാത്തിനും ഒരു നിർബന്ധ ബുദ്ധി കാട്ടുന്നവരാണ്. ആഗ്രഹിച്ചത് കയ്യിൽ കിട്ടാതെ ഒരു സമാധാനവും ഇവർക്ക് ഉണ്ടാകില്ല. ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ കഠിനമായി പരിശ്രമിക്കും. തൻ്റെ നിലപാടുകൾ ആർക്കു വേണ്ടിയും വിട്ടുവീഴ്ച ചെയ്യില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ പാറ പോലെ ഉറച്ചു തന്നെ നിൽക്കും. ലോകം മുഴുവൻ എതിർത്താലും അതിൽ നിന്ന് മാറില്ല. ആരെയും സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് നടക്കാൻ ഇവർക്ക് ആവില്ല. സൗകര്യം ഉള്ളവർ കൂടെ നിന്നാൽ മതി എന്ന മനോഭാവം ഏറെക്കുറെ ഇവരിൽ കാണാവുന്നതാണ്. ആർക്കു വേണ്ടിയും മാറാൻ തയ്യാറല്ല തന്നെ. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കും. തന്നെ മറന്നുപോലും അവരെ സ്നേഹിക്കും. അവരുടെ കാര്യങ്ങളിൽ ഇടപെടും. എന്നാൽ ദ്രോഹിക്കുന്നവരുടെ ചങ്കിൽ കത്തികയറ്റും. ചതിക്കും വഞ്ചനയ്ക്കും ഇവർ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. പക്ഷേ തന്നോട് ആത്മാർത്ഥത ഇല്ലാത്തവരെയും തൻ്റെ പ്രീതി പിടിച്ചുപറ്റി തന്നെ പറ്റിക്കുന്നവരും ഒക്കെയായിരിക്കും പലപ്പോഴും ഇവരുടെ ചുറ്റിലും ഉണ്ടായി വരുന്നത്. സ്വജനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ അസുരന്മാരെ പോലെ സർവസംഹാരം ആയിരിക്കും. ആരുടെ മുന്നിലും തല കുനിക്കില്ല. അഭിമാനം വിട്ടൊരു കളിയുമില്ല. ആരെയും താങ്ങി നടക്കില്ല. ആരുടെ പ്രീതി പിടിച്ചുപറ്റാനായിട്ടും ഒരു കാര്യവും ചെയ്യില്ല. ആരോടെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചത്താലും പോകില്ല. സ്നേഹം, വെറുപ്പ്, പക, ദേഷ്യം ഇങ്ങനെ എല്ലാ തരം വികാരങ്ങളുടെയും ഒരു എക്സ്ട്രീം തന്നെയായിരിക്കും ഇവർ. കഠിനാധ്വാനികളാണ്. കൃത്യനിഷ്ഠതയോടുകൂടി ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. വിചാരിച്ച കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് താല്പര്യം. അതിൽ വെയിറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. തൻ്റെ സുഖത്തിനും സന്തോഷത്തിനും എപ്പോഴും പ്രാധാന്യം കൊടുക്കും. അത് കഴിഞ്ഞേ എന്തും ഉണ്ടായിരിക്കുകയുള്ളൂ. മനസ്സിന് ഇഷ്ടപ്പെടാത്തത് കണ്ടാലും കേട്ടാലും പ്രതികരിക്കാതെ ഇരിക്കാൻ ഇവർക്ക് ആകില്ല. ആ പ്രതികരണശേഷി ധാരാളം ശത്രുക്കളെയും വിരോധങ്ങളെയും ഇവർക്ക് നേടിക്കൊടുക്കും. ലോകം മുഴുവൻ എതിർത്താലും പോരാടി നിൽക്കാൻ ഇവർക്ക് കഴിയും. ആ വീറും വാശിയും കാരണമാണ് ഇവർ ജീവിതത്തിൽ വിജയിക്കുന്നത്.